രേണു സുധീരുടെ അടുത്ത് നമ്മുടെ ആദില, അതുപോലെ അനുമോള്, നൂറ, അതുപോലെ റെന ഫാത്തിമ ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ആ വീടിന്റെ ഇഷ്യൂ ചോദിക്കുന്നുണ്ട് ലൈവില്. അതായത് ആ വീട് ചോരുന്നത് പിന്നെ ചേച്ചിയാണോ അങ്ങോട്ട് കയറി പറഞ്ഞതാണോ അതെന്താണ് ഇഷ്യൂ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഏതോ ഒരു ഇന്റർവ്യൂറോ ആരോ വീട്ടിൽ വന്ന സമയത്ത് അവരുടെ ദേഹത്ത് വെള്ളം വീണു. വെള്ളം വീണ സമയത്ത് അവരാണ് ചോദിച്ചത് ചോർച്ചയുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് വലിയ വിവാദമായത്. പിന്നീട് കുറേ ഇന്റർവ്യൂകളിലൊക്കെ അത് പറയേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ആദില ചോദിക്കുന്നുണ്ട്, അവരഥവാ അങ്ങനെ ചോദിച്ചാലും കുറേ ആൾക്കാർ ചേച്ചിക്കൊരു ഇഷ്ടം കൊണ്ട് വെച്ച് തന്ന വീടാണല്ലോ, അപ്പോൾ അത് നമ്മൾ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, എനിക്ക് അങ്ങനെ പറയണം എന്ന് തോന്നി, ഞാൻ പറഞ്ഞു. പിന്നീട് ആ വീട് വെച്ച് വന്ന ആൾക്കാർ തന്നെ അത് വന്ന് ശരിയാക്കി തന്നു, ഞാൻ അവരുടെ അടുത്ത് താങ്ക്സും പറഞ്ഞു എന്നാണ് അതിന് മറുപടിയായിട്ട് രേണു സുധി പറയുന്നത്. അപ്പോൾ രേണു സുധിയുടെ അടുത്ത് അവർ പറയുന്നുണ്ട്, ചേച്ചി അത് കറക്റ്റായിട്ട് ഡീൽ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ, എനിക്ക് ആരെന്തു പറഞ്ഞാലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല, പറയുന്നവർ പറഞ്ഞോട്ടെ എന്നുള്ളൊരു മറുപടിയാണ് അതിന് മറുപടിയായിട്ട് നമ്മുടെ രേണു സുധി പറഞ്ഞത്. അപ്പോൾ അവരുടെ ഒരു അഭിപ്രായം, കണ്ടസ്റ്റൻസ് പറയുന്നത് ഇനി അഥവാ ചോരുന്നുണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കായിട്ട് എല്ലാവരെയും അറിയിക്കേണ്ടിയിരുന്നില്ല, ആ ചെയ്തു തന്ന ആൾക്കാരോട് സ്വകാര്യമായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നാണ്. രേണു പറയുന്നത് അത് യാദർശികവശാൽ ആ ആളുകൾ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ താനുണ്ട് എന്ന് പറഞ്ഞു പോയതാണ് എന്നാണ് രേണു പറയുന്നത്. ലൈവില് ഈ ഒരു ടോപ്പിക്ക് വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭാഷണമാണ്. ഇതിനകത്ത് പുറത്ത് ഒരുപാട് വിവാദങ്ങളൊക്കെ ആയ ഒരു വിഷയമാണ്. ബിഗ് ബോസിനകത്തേക്ക് പുറത്തെ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനോട് വലിയ താല്പര്യം ഇപ്പോഴില്ല. അപ്പോൾ എന്നിരുന്നാലും ഇങ്ങനെ ഒരു ടോപ്പിക്ക് അവിടെ നടന്നു, ഇതാണ് അവിടെ നടന്നൊരു സംഭാഷണമെന്ന് പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോയിലൂടെ അത് ഷെയർ ചെയ്തത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും വരാം.